ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ സ്റ്റൂ ആണ്. ഇവിടെ ഞാൻ കിഴങ്ങും 4 കിഴങ്ങും ഒരു ചെറിയ ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളൂ. ഇഞ്ചി എല്ലാം വലുതാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. കറി വെച്ച് കഴിയുമ്പോൾ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 വെളുത്തുള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കറുവാപ്പട്ടയും ഗ്രാമ്പും അതുപോലെ തന്നെയാണ് കറിയിലോട്ട് ഇടുന്നത്. നമുക്ക് കറി കൂട്ടുന്ന എല്ലാം ആയി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അത് പൊടിയല്ല ഞാൻ ചേർക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് ഒരു 7 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. കറിവേപ്പില, 2 പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ. ആദ്യം ഈ കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ടും അത് കഴിഞ്ഞ് കിഴങ്ങെല്ലാം റെഡിയായി കഴിയുമ്പം ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ടുമുള്ള തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് കിഴങ്ങും ക്യാരറ്റും കൂടെ വേവിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ പച്ചമുളക് കീറിയതും ഗ്രാമ്പുവും കറുവയും ഇട്ട് നമുക്കിത് വേവിക്കാം. മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇത് ആദ്യത്തെ പാൽ ഒഴിച്ചാണ് ഇത് വേവിക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ച് കിഴങ്ങും ക്യാരറ്റും എല്ലാം വേവുന്നിടം വരെ മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ മൂടിയെ മാറ്റി നോക്കാം. കിഴങ്ങും ക്യാരറ്റും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ പച്ചമുളകൊക്കെ എടുത്ത് മാറ്റാം. ആവശ്യത്തിന് എരിവുണ്ട്. അപ്പോൾ കറി എപ്പോഴും നല്ല ക്ലിയർ ആയിരിക്കും ഇതെല്ലാം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ. നമ്മൾ ഇതെല്ലാം എടുത്ത് പെറുക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിഴങ്ങും ക്യാരറ്റും ചെറിയ ഉള്ളിയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല വൈറ്റ് ആയിരിക്കും. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമ്മുടെ 1-ാം പാൽ ഒഴിച്ചത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഉള്ളൊരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ കനോല ഓയിലാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇനി കിഴങ്ങ് നല്ലപോലെ ഉടയ്ക്കേണ്ടവർക്ക് ഉടയ്ക്കാം. വെന്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്.